നിങ്ങൾ എല്ലാവരും ഓരോ ജോലി തിരക്കിന്റെ ഇടയിൽ നിന്ന് വന്നോണ്ട് തന്നെ ഇനി വാമപ്പിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലെ. ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. കണ്ണൊന്ന് അടച്ചേ. ഉണ്ണി റെഡി അല്ലേ? കണ്ണടച്ചേ. കുഞ്ഞി കണ്ണൊന്ന് ചിമ്മിയെ, ഇങ്ങനെ ചിമ്മിയെ നോക്കട്ടെ. കണ്ണിമ്പ്. ആ, വെരി ഗുഡ് ഗേൾ. ഇനി ഒന്ന് ബ്രത്ത് എടുത്തേ ഉള്ളിലോട്ട്. ശ്വാസം ഒന്ന് ഉള്ളിലോട്ട് വലിച്ചേ. ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട് സ്ലോലി. അങ്ങനെ ഒരു 5 കൗണ്ട് എടുക്കാം കേട്ടോ. 5 6 കൗണ്ട്. 3 4 5 5 6 കൗണ്ട് മതി. ഒരുപാടൊന്നും വേണ്ട. ഓക്കേ, റെഡി അല്ലേ? കഴിഞ്ഞില്ലേ? നിങ്ങൾ അവിടെ ഇരുന്ന് മെഡിറ്റേഷനിലോട്ട് പോകുന്നേ. ആ മതി. അത്രമാത്രം അങ്ങോട്ടേക്ക് പോവേണ്ടതില്ല. നമ്മൾ സ്റ്റാർട്ടിങ് ടു ഉള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിറ്റേഷനും തെറാപ്പിയും ഒക്കെ മിക്സ് ചെയ്ത് ഒത്തിരി തരത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറുള്ള ആൾക്കാരാണ് അല്ലെ? ആണല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളുടെ സിമ്പിൾ ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബ്രീത്തിങ് മെഡിറ്റേഷൻ, അത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവണേ. നമുക്ക് അറിയാം നിങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എന്തൊക്കെ രീതിയിലാണ് ഹെൽപ്ഫുൾ ആവണേ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ മൈൻഡ്ഫുള്ളിലോട്ട് നേരിട്ട് പോയിട്ട് വരുമ്പോൾ പലപ്പോഴും വിചാരിക്കുന്നതാണ്, എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മൈൻഡ്ഫുൾ മാത്രമേ ചെയ്തുള്ളൂ, ഇന്ന് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് മാത്രമേ ചെയ്തുള്ളൂ എന്നുള്ളത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഇത് മാത്രമാണോ ചെയ്തുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വരൂല. കാരണം ഇത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്രീത്തിങ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ബ്രീത്തിങ് മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ആവണേ എന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് തുടങ്ങാം. അവിടെ നിന്ന് സമയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അതിന് മുന്നോട്ടേക്ക് പോകാം. നമ്മുടെ മൈൻഡ് സാധാരണഗതിയിൽ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് അല്ലെ? നമ്മുടെ പാസ്റ്റിൽ എങ്ങനെയാണ്, കഴിഞ്ഞു പോയ കാലത്ത് എപ്പോഴെങ്കിലൊക്കെ നമ്മളെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, ഇനി വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത്, ഇങ്ങനെ കുറേ പാസ്റ്റുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് പലരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. കാരണം വേറെ എന്തിലെങ്കിലും നമ്മൾ പ്രസന്റ് മൈൻഡിൽ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, പാസ്റ്റിലോട്ട് ഓടിപ്പോയി ഉള്ള നെഗറ്റീവ് ഒക്കെ വലിച്ചുകൊണ്ട് വരുന്ന ഒരു ശീലം ഉണ്ടാവും അല്ലെ? അപ്പൊ അതല്ലാന്നുണ്ടെങ്കിലോ, ചില ആൾക്കാർക്ക് പാസ്റ്റിലെ പോസിറ്റീവ്, ചില സമയത്ത് നമ്മുടെ മൈൻഡ് നമ്മളോട് കുറച്ച് കരുണയൊക്കെ കാണിച്ചിട്ട് പാസ്റ്റിലുള്ള പോസിറ്റീവ് എടുത്തുകൊണ്ട് വരും. അതായത് പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ എല്ലാവരും പാടെ കൂടി ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള നല്ലൊരു കോമഡി, നമ്മൾ അത് ഇപ്പൊ ആലോചിച്ച് ചിരിക്കാറുണ്ടല്ലേ? ചിലപ്പോ ഒരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോഴേക്കും ഞാനിപ്പോ എന്തിനാ അത് ആലോചിച്ച് ചിരിച്ചേ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇതേ കാര്യം അതല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ ആയിരിക്കും, നാളെ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് വെറുതെ ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കും. നമ്മുടെ മൈൻഡ് അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും കുറെ കാര്യങ്ങൾ. എന്നിട്ട് അത് ഇനി അതല്ലാന്നുണ്ടെങ്കിലോ, ഇനി വരാൻ പോകുന്ന നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ പോകുന്ന ഒരു സക്സസിനെ ആലോചിച്ചിട്ട് നമ്മൾ വെറുതെ ചുമ്മാ ഇരുന്ന് സന്തോഷിക്കും അല്ലെ? ഇത് രണ്ട് രീതിയിൽ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഒന്നല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും നമ്മുടെ മൈൻഡ് ഉണ്ടാവുക. അല്ലാതെ നമുക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ, അതായത് നമ്മൾ നേരത്തെ ഒരു ക്ലാസ് എടുത്തപ്പോൾ മൈൻഡ്ഫുൾനെസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മൈൻഡിന് ആ ഒരു ശീലമില്ല അല്ലെ? നമ്മുടെ മൈൻഡ്, നമ്മുടെ തലച്ചോറ് എങ്ങനെ, നമ്മുടെ തലച്ചോറ് ആയിക്കോട്ടെ നമ്മുടെ മൈൻഡ് ആയിക്കോട്ടെ, എപ്പോഴും ഓൾവേസ് എന്താണ്, നമുക്കതിന് നമ്മുടെ കൺട്രോളിൽ നമ്മൾ നിർത്തിയില്ല, അതിന് നമ്മൾ നേരെ ചൊവ്വേ ട്രെയിനിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഓക്കെ, അത് അതിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് ലൈക്ക് എന്തുപോലെ, നമ്മളിപ്പോ ശ്വാസം എടുക്കുന്നുണ്ടല്ലേ, നമുക്കറിയുന്നുണ്ടോ നമ്മൾ ശ്വാസം എടുക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ശ്വാസം എടുക്കുന്നത് നമ്മുടെ കൺട്രോളിലേ ഇല്ല. നമ്മൾ എടുക്കുന്നു, നമ്മൾ വിടുന്നു അല്ലെ? നമ്മൾ ഇവൻ അതിനെ തിങ്ക് ചെയ്യാറ് പോലും ഇല്ല, ഇമാജിൻ ചെയ്യാറ് പോലും ഇല്ല, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് എന്താന്നുള്ള പോലും നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. അതല്ലാതെ തന്നെ നമ്മൾ ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും. ഇത് നമ്മുടെ തലച്ചോറിലേക്ക് ഒരു ദിവസം എത്രങ്ങാനും ചിന്തകൾ വരുന്നുണ്ട് എന്നുള്ളത് പോലും നമുക്കൊരു ധാരണയില്ല. നമുക്ക് വരുന്ന എമോഷൻസിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. സങ്കടാണോ, സന്തോഷാണോ, ദേഷ്യാണോ, വാശിയാണോ, ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു ലൈഫായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോളിലാക്കാനും കൂടെ നമ്മളുടെ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, അതായത് നമ്മൾ എപ്പോഴും
നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രസന്റ് ലൈഫിൽ നിൽക്കുമ്പോഴാണ്. അതായത് നമ്മൾ എന്താ പറയാ, ഇന്നില് ജീവിക്കുമ്പോൾ എന്ന് പറയില്ലേ, നമ്മൾ എപ്പോഴും പറയും ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ച്, ഒരു മുസ്ലിം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അവർക്ക് ഒട്ടും worried അല്ല. കാരണം അവർ അതിനെ കുറിച്ച് കംപ്ലീറ്റ്ലി പടച്ചവന്റെ അടുത്ത് ഭാരം ഏൽപ്പിച്ച് കഴിഞ്ഞ് ഒന്ന് തൗബ ചെയ്ത് മടങ്ങി. ആൻഡ് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചും അവർ ഒട്ടും തന്നെ worried അല്ല. കാരണം നാളെ എന്നുള്ളത് അള്ളാന്റെ കള ആണ്. അതിലിനി എന്ത് സംഭവിച്ചാലും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു മൊമെന്റിലായിരിക്കും ഇസ്ലാം ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ടാവുക, അല്ലെ? സെയിം കാര്യമാണ് മെഡിറ്റേഷനിലും പറയുന്നത്. നമ്മൾ ഒരിക്കലും പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വറീഡ് ആവേണ്ടെന്ന കാര്യമില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആങ്ഷ്യസ് ആവേണ്ടെന്ന കാര്യമില്ല. ഇതിന്റെ ഒന്നുമില്ല. നമ്മൾ പ്രസന്റ് ലൈഫിൽ ജീവിക്കണം. ഈ പ്രസന്റ് ലൈഫിൽ ജീവിക്കാൻ നമ്മുടെ മൈൻഡിനെ നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്? അതിന് നമ്മളതിനെ എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ മനുഷ്യന്മാരെങ്ങനെയാ, ഒരു വയസ്സായ ഒരാളുടെ ചിന്തയിൽ എങ്ങനെ ഉണ്ടാവുക, അയാളുടെ തോട്ടിൽ ഉണ്ടാവും എന്ത്, എനിക്കിപ്പോ പ്രായമായി പോയി, എന്റെ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ ഞാൻ അങ്ങനെ 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 കുറെ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, അങ്ങനത്തെ ഒരു തോട്ടായിരിക്കും അല്ലെ നമ്മുടെ ഒരു മൈൻഡിൽ. എന്താണ് ഉണ്ടാവുക, ഒരു മിഡിൽ ഏജിലുള്ള ഒരാളുടെ മൈൻഡിൽ എങ്ങനെ ഉണ്ടാവുക, ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും എന്റെ കുട്ടിയുടെ കല്യാണം ഇങ്ങനെ നടത്തണം, എന്റെ കുട്ടിയുടെ പഠിത്തം ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് വയസ്സാവുന്ന കാലമാകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് തീർക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക അല്ലെ. ഇതൊന്നും ഇല്ലാതെ ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 10 വയസ്സിന്റെ അല്ലെങ്കിൽ ഒരു 12 വയസ്സിന്റെ ഒക്കെ താഴെ ആയിരിക്കും. കാരണം ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇന്നലെ കിട്ടിയ തല്ലിനെ കുറിച്ച് അവർ ആലോചിച്ച് ഇന്ന് കരയാറില്ല. അവർക്ക് ഒരു വിഷയമില്ല. അവർ അവരുടേതായ രീതിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. കളിച്ച് സന്തോഷിച്ച് നടക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ചൈൽഡ്ഹുഡ് ആണ്. അപ്പൊ നമുക്ക് ശരിക്കും മെഡിറ്റേഷന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാല്, എന്താ പറയാ, നമ്മൾ പ്രസന്റ് ലൈഫിൽ, അതായത് പ്രസന്റ് ടെൻസിൽ നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, ബ്രത്തിലോട്ട്, ശ്വാസത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പ്രസന്റ് ലൈഫിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഫസ്റ്റ് തിങ് എന്താണ്, നമ്മുടെ ഹേർട്ട് ബീറ്റ് അല്ലെ. നമ്മൾ ജീവനോടുണ്ട്, അത് മിടിച്ചോണ്ടേ ഇരിക്കും, നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് അല്ലെ. നമുക്ക് പ്രസന്റ് ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആണല്ലോ അല്ലെ. എപ്പോഴും നമുക്കിങ്ങനെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് തിങ്, അതെന്താണ്, നമ്മുടെ ശ്വാസമാണ് അല്ലെ. ഹാർട്ട് ബീറ്റ് പലപ്പോഴും നമ്മൾക്ക് ഫോക്കസ് ചെയ്താലും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അതിൽ വേരിയേഷൻസ് ഒന്നും വരുത്താൻ പറ്റില്ല. നമ്മളിപ്പോ ഈ ഒരു സമയത്ത് എന്റെ ഹാർട്ട് ബീറ്റ് ഒരു 75 തവണ മിടിക്കട്ടെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 75 തവണ മിടിക്കാനൊന്നും പോകുന്നില്ല, കാരണം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. പക്ഷെ അതേസമയം നമ്മുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പ്രസന്റ് ലൈഫിൽ നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, നമ്മുടെ ബ്രത്ത്, ശ്വാസം അല്ലെ. അപ്പൊ അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഒരു വരുതിയിൽ ഏർപ്പെടുത്താത്ത, നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് നമ്മുടെ ശ്വാസം, അതേപോലെ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തോട്ട്സ് ഒക്കെ. ഓക്കെ. അപ്പൊ ഈ ശ്വാസത്തെ നമ്മൾ കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ വരുതിക്ക് ആക്കിയെടുത്ത് നമ്മൾ അതിനെ ഒരു പീരീഡ് ഓഫ് ടൈം വരെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് തന്നെ നമുക്ക് പൊന്നി തന്നെ എടുത്തോണ്ട് പോകണം കേട്ടോ. കാറ്റ്, അത്ര കാറ്റ് വീശുന്നുണ്ട് അവിടെ. ഓക്കെ. നിങ്ങൾക്ക് വോയിസിൽ കാറ്റ് കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. കാറ്റ് കേൾക്കുന്നുണ്ട്. ഡിസ്റ്റർബ് ആവുന്നുണ്ടോ? ഇല്ല, പ്രശ്നല്ല. ഓക്കെ. വോയിസ് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ പറയണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അകത്തോട്ട് ഇരിക്കാം കേട്ടോ. അപ്പൊ പിന്നെ ഈ കാറ്റ് കേൾക്കൂല. ഞാനിവിടെ പുറത്തിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്, ഇങ്ങനെ കുറച്ച് വെയിലും കാറ്റും ഒക്കെ, ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമേ ഇവിടെ വന്നിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് ഇവിടെ അടച്ചിട്ടിട്ട് ഉള്ളിൽ പോയിരിക്കുന്ന ശീലം. ഇനി ബാങ്ക് കൊടുക്കണം. ഓക്കെ. ഭയങ്കര കാറ്റ്, എന്റെ ശ്രദ്ധ പോലും കളഞ്ഞു, ഇങ്ങനെ നടിച്ചോണ്ട് വന്നിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു, നമ്മുടെ ബ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻഡയറക്ട്ലി നമുക്കൊരു ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു പരിപാടിയാണ് എന്ത്, നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ തോട്ട്സിനെ നമുക്ക് അതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അല്ലെ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ശ്വാസത്തെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ശ്രമിച്ച് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകളെ നമ്മുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന് ആദ്യത്തെ കാര്യം, ഇപ്പൊ മുന്നേ കൂട്ടി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓൾവേസ് നിങ്ങൾ കോൺഷ്യസ് ആണ് അല്ലെ, ശ്രദ്ധയോടെ നോക്കി കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവും, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്,
ഞാനിപ്പോ ഇത്രമാത്രം ദേഷ്യപ്പെടാൻ പാടില്ല, ഇത്രമാത്രം പൊട്ടിത്തെറിക്കാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും അല്ലെ. അനാവശ്യ കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ ചിന്ത പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു നിർത്തുന്നുണ്ടാവും അത് നെഗറ്റീവ് തോട്ടാണ്, വേണ്ട, അവസാനിപ്പിച്ചേക്കാം, പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നല്ലേ. വെറുതെ ഇരുന്ന് സമയം കളയുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവും കുറച്ച് അധികാറുകൾ ചെല്ലാം, അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഫീൽ ഒക്കെ വരുന്നുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ബാറ്ററി ഏകദേശം ഷട്ട് ഡൗൺ ആവാനായി, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, റെസ്റ്റ് എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് പവർ ഓഫ് ചെയ്യും. എനിക്കൊക്കെ കൂടുതലും പവർ ഓഫിലോട്ട് എത്താറാണ് പതിവ്, കാരണം എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട്. ഇൻഷാല്ല ഞാൻ എന്റെ കടമൊക്കെ വീടി കഴിയുമ്പോൾ ഞാനും ഇങ്ങനെ ടൈം ഫിക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കും. ഇപ്പൊ എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ ഓൺ ദി വേ ആണ്, എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണ്. അതുകൊണ്ട് എനിക്കറിയാം ബാറ്ററി വീക്ക് ആണ്, റെസ്റ്റ് എടുക്കണം, ശരീരം ടയർഡ് ആവുന്നുണ്ട്, മൈൻഡ് ഔട്ട് ആവുന്നുണ്ട് എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും കുറെ ആളുകളുടെ പ്രശ്നങ്ങൾ, ഒന്നല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും. അതായത് എന്റെ ട്രാക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്റെ അടുത്തേക്ക് വരും. അപ്പൊ അടുത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് അതിലോട്ട് നിൽക്കാതിരിക്കാനായിട്ട് പറ്റൂല. പറ്റുന്നത്ര നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ജീവനുള്ള സ്ഥലത്തല്ലേ നമുക്ക് പ്രയത്നിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രയത്നിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് പ്രയത്നിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ പടച്ചോൻ തന്നെ സിഗ്നൽ വരും, മതി ഐഷ ഇനി പോയി റെസ്റ്റ് എടുത്തോ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പോയി റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് പതിവ്. പിന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ദുആ അല്ലേ. നാളെ ഞാൻ ആദ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഒന്നും പറ്റൂല, നാളെ ആകുമ്പോഴേക്ക് നീ എണീക്കുന്ന, അൽഹംദുലില്ലാ നാളെ ആകുമ്പോഴേക്ക് ഞാൻ എണീറ്റു. നമുക്ക് മാക്സിമം ഒരു ദിവസത്തേക്ക് കടക്കേണ്ട ആവശ്യമേ വന്നുള്ളൂ. അതന്നെ വലിയൊരു സമാധാനം. സൗണ്ട് ഇപ്പോഴും കുറച്ചൊരു പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും അൽഹംദുലില്ലാ ഞാൻ കിടപ്പ് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്രയും വേഗം എണീക്കുമെന്ന്. സോഫമെന്ന് എണീറ്റിട്ടില്ല, വാഷ്റൂം പോകാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അത് തന്നെ ഒരു ജോലി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എത്രയോ ഒരു സമാധാനം ഉണ്ട് എന്തായാലും. അപ്പൊ നമ്മുടെ മൈൻഡിനെ നമ്മൾ അങ്ങനെ പ്രസന്റിലോട്ട് കൊണ്ടുവരണം. ശരിക്കും നമുക്കുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ റിയലൈസ് ചെയ്യാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ബ്രത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രസന്റ് ലൈഫിൽ, നമ്മൾ ഇന്നത്തെ ലൈഫിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവിടെ തന്നെ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ മൈൻഡിന് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. എന്തൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രത്തിന്റെ സൗണ്ടിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് കുറേ പണി ഇവിടെ കൊടുത്തു ഓൾറെഡി. പിന്നെ അവിടെ നിന്ന് നമുക്ക് വീണ്ടും വീണ്ടും വേറെ എങ്ങോട്ടേക്കും പോകാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്, കുറച്ചധികം സമയം നമ്മൾ ഇതിലൊന്നും ഫോക്കസ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്, നമ്മുടെ ചിന്തകൾ വരുന്നത് അല്ലെ. നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത്, ആ ചിന്തകളെ നോക്കി കാണുന്ന ഒരു പണി നമ്മുടെ ബ്രെയിനിലിട്ട് കൊടുത്തിരിക്കുകയാണ്. നിന്റെ മൈൻഡിൽ വരുന്ന സാധനങ്ങളെയൊക്കെ നീ ഒന്ന് നോക്കി കാണാം കേട്ടോ. അപ്പോഴും അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രസന്റ് ലൈഫിലോട്ട്, അതായത് നമ്മുടെ പ്രസന്റ് ടെൻസിലാണ് ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മൂന്നാമത് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുക എന്നുള്ളത്. അതായത് ഓക്സിജൻ ലെവൽ, നമുക്ക് വേണ്ടത്ര ഓക്സിജൻ നമ്മുടെ ഉള്ളിലോട്ട് കിട്ടുന്ന, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്താണ്, ഓട്ടോമാറ്റിക്കലി ഒരു ഹീലിംഗ് മോഡിലോട്ട് നമ്മുടെ ശരീരത്തെ സ്വിച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രെയിനെ. ഓക്കെ, ഇത് നിന്നെ ഹീൽ ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ ഞാൻ ഇതിവിടെ ഈ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഹീലിംഗ് മോഡിലോട്ട് സ്വിച്ച് ആവും. ഇനി നമ്മൾ മെഡിറ്റേഷന്റെ കുറച്ച് സ്റ്റെപ്സ് നോക്കാം. കുറച്ച് ന്യൂ കമേഴ്സ് ഉണ്ട്, നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണമെന്നല്ലാതെ ഈ സ്റ്റെപ്പുകൾ നമുക്കൊന്ന് നോക്കാം അല്ലെ. ഒന്നാമത്തെ കാര്യം, ഓൾവേസ് സെറ്റ് എ ടൈം. നമ്മൾ എപ്പോഴും മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്, മോർണിംഗ് 5:30 എന്നുള്ളത്. ഈ മോർണിംഗ് 5:30 നമ്മൾ കാമായിട്ടിരിക്കുന്ന, കൂടുതൽ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സമയം നോക്കി നമ്മൾ സെറ്റ് ചെയ്തൊരു കാര്യമാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതല്ല, തീരെ കുഞ്ഞു ബേബീസ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റൂല അല്ലെ. 5:30 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ 5:30ക്ക് കുട്ടി ഉറങ്ങിക്കോളണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രാക്ഷൻ വരുന്ന റൂട്ട് ഒന്ന് എഴുതി വെക്കാം. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന സമയത്ത് വരുന്നുണ്ട്, അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാനുണ്ട് ആ ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു മെഡിറ്റേഷൻ ടൈം ഫിക്സ് ചെയ്യുക. റെക്കോർഡഡ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ. ഗൈഡഡ് മെഡിറ്റേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ വിടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേട്ടോണ്ടേ ഇരിക്കുക. ഇത്രയും കാര്യങ്ങൾക്ക് പുറമെ നിങ്ങളെ ലൈവായിട്ട് ഒരാൾ കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഫീലും കൂടെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഈ ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിനിന് ഒരു പണിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇയാൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഈ ഒരു മൊമെന്റിലാണ് പറയുന്നത്, സോ അതും കൂടെ ഒന്ന് കേക്ക് എന്നുള്ള ഒരു സാധനം. ഇത് കഴിഞ്ഞാൽ ഞാൻ ഫീഡ്ബാക്ക് പറയാനുണ്ട്, അപ്പൊ എനിക്കിത് അത്രമാത്രം എന്താ പറയാ എന്റെ ലൈഫിലോട്ട് കൊണ്ടുവരാനുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഫീലും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ തീരുമാനിക്കണം എനിക്ക് എത്ര ടൈം എനിക്ക് മെഡിറ്റേഷൻ ഇരിക്കണം,
എന്നുള്ളത് നമ്മൾ നേരത്തെ കാലത്ത് തീരുമാനിച്ചിട്ടുണ്ടാണ്. ഇപ്പൊ നമുക്കറിയാലോ 5:30 to 6 ഉള്ളിൽ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ചെലവഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 10 to 15 മിനിറ്റ് ആണ്. ഇതേ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തേക്ക് ഒരു ടൈമും കൂടെ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് നിങ്ങൾക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമത്തേക്ക് നിങ്ങൾക്ക് കൂട്ടാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ടൈം നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം ടൈം റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് ഓൾവേസ് സെറ്റ് ആൻ അലാറം. കാരണം ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഗൈഡഡ് മെഡിറ്റേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല, നിങ്ങൾക്ക് അറിയാം ഇത് 6 മണിന്റെ മുന്നായിട്ട് സ്റ്റോപ്പ് ആവും. സോ യാതൊരു പ്രശ്നമില്ല, 6 മണിന്റെ മേലെ നമ്മൾ കയറി പോകില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ടൈമിനെ കുറിച്ച് worried അല്ല. പക്ഷേ ഈ ഗൈഡഡ് മെഡിറ്റേഷൻ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, അലാറം വെച്ച് വെക്കുക. പിന്നെ നിങ്ങൾ ഫോണിലോട്ട് പോകണ്ട അല്ലെങ്കിൽ സമയം നിങ്ങൾ നോക്കേണ്ടതില്ല. അലാറം അടിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സമയത്തെ കുറിച്ച് ബേജാറാവേണ്ടതില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം സെറ്റ് എ പ്ലേസ് എന്ന് പറയുന്നത്. പ്ലേസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തറയിലിരിക്കാം. തറയിലിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ടൈലിന്റെ മേലെ പോയിട്ട് അങ്ങനെ കയറി ഇരിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിൽ പോയിട്ട് അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് ഒരു പാ വിരിച്ചിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഒരു യോഗ മാറ്റ് വിരിച്ചിട്ട് ഇരിക്കാം. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വിരിച്ച ശേഷം അതിന് മേലെ കയറിയിരിക്കാം. ഇനി അതല്ലെങ്കിൽ ചെയറിൽ ഇരുന്നിട്ട് കാല് വയ്ക്കാം. നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നിങ്ങൾ ഇരിക്കുന്നത്. ചിലർക്ക് ബാക്ക് സപ്പോർട്ട് വേണ്ടി വരും. ഇപ്പൊ സിസേറിയൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സമയം സ്ട്രൈറ്റ് ആയിട്ട് ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇത്തിരി പ്രയാസമായിരിക്കും അല്ലെ. നേരെ ചൊവ്വേ വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാർക്കും അത് പ്രയാസമായിരിക്കും. ഡിസ്കിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ഈ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് ഒത്തിരി സമയം ഇരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ ഒരു വരുതിക്ക് കൊണ്ടുവരാനും കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തെ ടോർച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലോ മെഡിറ്റേഷന് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല മേ ബി അത് നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരും. അപ്പൊ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും നിങ്ങളുടെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ലിമിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാം. പയ്യെ 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 നിങ്ങൾക്ക് അത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങൾക്ക് സോഫയിൽ അല്ലെങ്കിൽ ബെഡിൽ നിങ്ങൾക്ക് ശമ്പളം അടഞ്ഞിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ കാല് തറയിൽ ഊന്നിയിട്ട് നിവർന്നിരിക്കാം. ഇനി അതല്ലെങ്കിൽ ചാരി ഇരിക്കാം. ചെയറിൽ നിങ്ങൾക്ക് ഇരുന്നിട്ട് കാല് തറയിൽ ഊന്നിയിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇരിക്കാവുന്ന പൊസിഷൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം ഓൾവേസ് കീപ്പ് എ മുദ്ര. മുദ്ര എന്ന് പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ നടുവിരലിനോട് ചേർത്തിട്ട് ഇങ്ങനെ പിടിക്കാം, ഈ 2 വിരലിനെ ഇങ്ങനെ മുട്ടിച്ചിട്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഇനി അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ പിടിക്കാം. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മുദ്ര പിടിക്കാം കേട്ടോ. നമുക്ക് ഒരു പ്രഷർ പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇതിൽ ഇഷ്ടമുള്ള പ്രഷർ പോയിന്റിൽ നമുക്ക് പിടിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണ്, നമ്മുടെ ഇരിക്കുന്ന റൂം അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ചൂസ് ചെയ്യുന്ന സ്ഥലം ഒന്നുകിൽ നിങ്ങൾക്ക് നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്യാം. അതായത് നിങ്ങളൊരു പുറത്തൊരു സ്ഥലത്ത് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അപ്പോഴുള്ള ഒരു വെളിച്ചം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിം ആയിട്ടുള്ള ലൈറ്റ് റൂമിൽ കീപ്പ് ചെയ്യാം, വളരെ ഡിം ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഇരുട്ടിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അതേപോലെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തും മെഡിറ്റേഷൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടില്ല. പകരം എന്ത് ചെയ്യുക, ഒരു ഡിം ആയിട്ടുള്ള ഒരു വെളിച്ചമുള്ള ഭാഗത്തിരിക്കുക. നിങ്ങൾ ഡേ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിം ലൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റൂമിനകത്ത് കീപ്പ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ നൈറ്റ് ലാമ്പ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ടല്ലോ, ആ ഒരു സാധനമൊക്കെ ഭയങ്കര നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ മിനിമം ഫ്രഷ്നെസ്സിൽ വന്നിരിക്കുക. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്, അപ്പോൾ രാത്രിയാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇടയ്ക്കൊരു സമയത്ത് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ഭയങ്കര ജോലി തിരക്കിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അങ്ങനെ പോയിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുക. അപ്പൊ രാവിലെ മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുക. ഇനി പീരിയഡ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5:30 അലാറം വെച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് നീട്ടിട്ട് അങ്ങനെ വന്നിരിക്കരുത് എന്നാണ് പറഞ്ഞു തരുന്നത്. അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കൈകാലൊക്കെ ഒന്ന് കഴുകി നമ്മൾ ഒന്നും ഉണ്ടാക്കുന്ന അതേ ഒരു ഫ്രഷ്നെസ്സോട് കൂടെ നിങ്ങൾ മറ്റേ മെഡിറ്റേഷൻ വന്നിരിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ബോഡിക്ക് പ്രഷർ കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മെഡിറ്റേഷൻ ടൈം ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്വാസം എടുക്കുന്നത്, ചിലരിപ്പോ നമ്മൾ ലങ്സ് ഫുള്ളായിട്ട് ശ്വാസം എടുത്തതെന്ന് പറയുമ്പോൾ ഇത് ഫുൾ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബലൂൺ വീർപ്പിക്കുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ബ്രത്ത് എടുക്കും. അങ്ങനെയല്ല, നിങ്ങളുടെ ലിമിറ്റ് നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ മാക്സിമം ചെയ്യുക. ഗ്രാജുവലി നിങ്ങൾക്ക് അതിന്റെ ടൈം കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റിൽ പോയിന്റ്സിൽ ഫോക്കസ് ചെയ്യുക. അതിന് ഞങ്ങൾക്ക് വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഈ സ്റ്റിൽ പോയിന്റ്സിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറയാറുണ്ടല്ലേ, ബ്രീത്ത് മറ്റേ ഹോൾഡ് ഓൺ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിൽ ചെയ്യാറുണ്ട്, നമ്മുടെ സ്റ്റക്ക് ചെയ്ത് വെക്കാറുണ്ടല്ലേ, നമ്മുടെ ബ്രത്തിനെ ഹോൾഡ് ചെയ്ത് വെക്കൂലേ, ഇങ്ങനെ എടുത്ത് ഉള്ളിലോട്ട് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പൊ പിടിച്ചു വെക്കുന്ന സമയത്ത് ആ പോയിന്റിൽ നമ്മൾ കുറച്ച് അധികം ഫോക്കസ് കൊടുക്കാം. അതേപോലെ റിലീസ് ചെയ്തിട്ട് പിന്നെ 2ാം പ്രാവശ്യം ബ്രത്ത് എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമും കൂടെ കുറച്ച് ടൈം ഒന്ന് വെച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും അതൊരു
എന്താ പറയാ, ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഹോൾഡ് ചെയ്ത്, ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത്, പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത്, ആ ഒരു രീതിയിൽ നമ്മൾ, മനസ്സിലായോ പറഞ്ഞത്? ആ ഒരു രീതിയിൽ ബ്രത്ത് എടുക്കുക. മനസ്സിലായിട്ടില്ല? ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത്, യെസ്, ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത്, എന്താ ഇനി പറഞ്ഞ മോളെ? ഒന്നുകൂടെ പറയാൻ വേണ്ടിട്ടായിരുന്നു, അപ്പൊ പറഞ്ഞു ആ യെസ്, ആ ഓക്കെ. ശ്വാസം എടുത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത്, ആ ഹോൾഡിംഗ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബ്രത്ത് റിലീസ് ചെയ്ത്, ബ്രത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ടൈം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് അല്ലെ. നമുക്ക് വളരെ ഫ്യൂ സെക്കൻഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ബ്രത്ത് ഹോൾഡ് ചെയ്യുന്നൊക്കെ വളരെ സെക്കൻഡുകൾ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുള്ളൂ, റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എപ്പോഴും പറയില്ല, ഭയങ്കര നന്നായിട്ടൊന്ന് ശ്വാസം പുറത്തോട്ട് ഊതി കളഞ്ഞെന്ന് പറയും അല്ലെ. അല്ലേ, നമുക്കിത് വേണമെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ബ്രീത്ത് ഇൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 4 കൗണ്ട്സ് ചെയ്യാൻ പറ്റും. 1 2 3 4, 3 തവണ നമ്മൾ ഇങ്ങനെ 4 വരെ എണ്ണുന്ന വരെ നമ്മളിങ്ങനെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്യുന്നതിന്റെ കൗണ്ട് 4 എണ്ണം എടുക്കാം. ഹോൾഡ് ഓൺ എന്ന് പറയുമ്പോൾ ഒരു 3 സെക്കൻഡ്, 1 2 3 എന്ന് എണ്ണുന്ന വരെ നമുക്ക് ബ്രത്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. ആൻഡ് ബ്രീത്ത് ഔട്ട് എന്ന് പറയും, നമ്മൾ ഒരു ബലൂണിൽ കാറ്റ് ഊതുന്ന പോലെ ഊതി നിറയ്ക്കാൻ പറയില്ല, സൗണ്ടോട് കൂടെ ഊതി നിറയ്ക്കുന്ന പോലെ ഊതി കളയാൻ പറയാറുണ്ട് അല്ലെ. അത് വായിലൂടെ ഊതി കളയുന്നത് എങ്ങനെയാണ്? അത് ഊതി കളയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബ്രത്ത് എടുത്തതിന്റെ ഇരട്ടി സമയം ഊതുക. അപ്പൊ 4 തവണ 4 കൗണ്ട് നമ്മൾ ബ്രത്ത് ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 8 കൗണ്ട് വരെ, 8 വരെ കൗണ്ട് ചെയ്യുന്ന ടൈം നമ്മൾ ബ്രത്ത് പുറത്തോട്ട് ഊതി കളയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വിരലിൽ കൗണ്ട് എടുക്കാം. 8 തവണ 8 എന്ന് എണ്ണുന്നത് വരെ ഊതുക. ഓക്കെ, എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ബ്രത്ത് ഉള്ളിലോട്ട് എടുക്കുകയാണ് 4 വരെ, 1 2 3 4, ഹോൾഡ് ചെയ്യാം 3 വരെ, 1 2 3, ദെൻ നമുക്ക് ബ്രത്ത് പുറത്തോട്ട് വിടാം 8 വരെ. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു 3 കൗണ്ട് വരെ ഹോൾഡ് ചെയ്യാം. 3 കൗണ്ട് ടൈം കൊടുത്തിട്ട് എഗെയിൻ 4 കൗണ്ട് എടുക്കുക. ഓക്കെ, 4 3 8 3. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് സ്റ്റിൽ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന്? പഠിച്ചോനെ, മനസ്സിലായോ മക്കളെ? മനസ്സിലായി. മനസ്സിലായി, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് ഓക്കെ ഇത് സ്റ്റിൽ പോയിന്റ് ആണ്, ഞാൻ ഇവിടെ കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്, ഇത് നിങ്ങളെ കൊണ്ട് നമ്മൾ ഓൾറെഡി ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ആ ഹോൾഡ് ചെയ്യുന്ന പീരീഡിലാണ്. ഓക്കെ, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും, ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴും നിങ്ങൾ റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിന്റെ ഇടയിലുള്ള ടൈമിൽ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അധികം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് കിട്ടും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ അല്ലെ? 4 3 8 3 പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്നുള്ളത് സ്റ്റിൽ പോയിന്റ്സ് ആണ്, അവിടെ ഒന്ന് ഫോക്കസ് ചെയ്യാ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ശബ്ദത്തോടു കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ശബ്ദത്തോടു കൂടെ, അതായത് ഈ ഒരു സൗണ്ടോട് കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ തൊണ്ടയിൽ നിന്ന് ശ്വാസം പുറത്തോട്ട് വരുന്നത്, ശ്വാസം ഫീൽ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാം, ശ്വാസം ഫീൽ ചെയ്ത് ബ്രീത്ത് ഇൻ ചെയ്യാന്ന് പറയാറുണ്ട് ഇല്ലേ. ഒന്ന് ഊതിയെ, തൊണ്ട ടച്ച് ചെയ്തൊന്ന് ഊതിയെ. യെസ്, ആ ഒരു രീതിയിൽ സ്ലോ ആയിട്ട്, അപ്പുറത്ത് ഇറക്കുന്ന ആൾക്കാരെ ഒന്ന് ഊതിയ പറപ്പിക്കരുത്, സ്ലോ ആയിട്ട് 8 കൗണ്ട് വരെ ഊതാനുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 21 തവണ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര തവണ ചെയ്യിക്കാറുണ്ട്? 4 or 5 ടൈംസ് അല്ലെ. അപ്പൊ തന്നെ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമല്ലേ ചെയ്യാനുള്ളൂ എന്ന് വിചാരിക്കും അല്ലേ. നമ്മുടെ കൂടുതൽ ആൾക്കാർ പറയാറുണ്ട്, ഐഷു താന്ന് ബ്രീത്തിങ് എക്സസൈസ് മാത്രമാണോ ചെയ്യിപ്പിച്ചേ ചോദിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. അപ്പം ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ഇതൊരു 21 ടൈംസ് എങ്കിലും ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സമയത്തോളം കാമായിട്ട് ഇരിക്കാൻ പറ്റുമോ, ആ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ, അതിന്റെ സമയം നമ്മൾ നീട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ട്രെയിനിങ് കൂടെയാണ്. ഇതിന്റെ ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ എന്ത് തരുന്നത്, 5:30ക്ക് തരുന്നത്. കാരണം നമുക്കിത് 6 o'clock ആകുമ്പോഴേക്ക് അവസാനിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ നൈറ്റ് ടൈം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരിക്കാം, എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. ഒരു 21 തവണ, ആ 21 തവണയിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും തവണ. ഇനി 21 തവണ നിങ്ങൾക്ക് മറ്റേ മെഡിറ്റേഷനിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ സെയിം കാര്യം ചെയ്യാം. നിങ്ങളുടെ ബ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാം അല്ലെ. നമ്മളൊരു 20 മിനിറ്റിന് മേലെ, അരമണിക്കൂറിന് മേലെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ, നടക്കുന്നുണ്ടല്ലോ, ആ ടൈമിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, നോ പ്രോബ്ലം. കുറച്ചും കൂടെ കാം ആയിരിക്കും, റിലാക്സ് ആയിരിക്കും, ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ 4-3-8-3, ഈ 4-3-8-3ന്റെ കൗണ്ടിനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യാം, സ്പീഡ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ചെയ്യാം. അതായത് ബ്രത്ത് എടുക്കുന്നുണ്ട്, 1 2 3 4, 4 എടുത്തു, പുറത്തേക്ക് വരുന്നുണ്ട് 1 2 3 4 5 6 7 8 എന്ന 8 പുറത്തേക്ക് ഇട്ട് അങ്ങനെ എടുക്കാം.
1 2 3 4 അങ്ങനെ എടുക്കാം. 1 കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് 2 അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് നിങ്ങളുടെ ശ്വാസം എടുക്കാനുള്ള നിങ്ങളുടെ ലങ്സിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെത്തിന്റെ അതായത് കൗണ്ടിന്റെ സ്പീഡ് കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വേറൊരു കാര്യം. ഓക്കെ, ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബ്രെത്ത് എടുക്കുന്നതിന്റെ ഇരട്ടി സമയം നിങ്ങൾ ബ്രെത്ത് ഔട്ട് ചെയ്യാൻ പുറത്തോട്ട് വിടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മുടെ ബ്രെയിനിനെ വേറെ എങ്ങടെയെങ്കിലുമൊക്കെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അടുത്തൊരു സമയം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ബ്രീത്തിങ് എക്സസൈസ് ഫോക്കസ് ചെയ്യാം. അത് കൂട്ടുമ്പോൾ തന്നെ നമ്മുടെ തെറാപ്പികളുടെ ബാക്കിയുള്ള സമയത്തൊക്കെ ഗ്രാജുവലി പയ്യെ 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 നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടിക്കൊണ്ടേ വരും. ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ എന്തിലൊക്കെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ വരുന്നത്? നമ്മുടെ സ്റ്റിൽ പോയിന്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, സൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അതേപോലെ ശ്വാസം എടുക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. നാദിതൊക്കെ ഉറക്കം വരുന്നുണ്ടോ? എന്നാലും ഉറങ്ങിയില്ലേ? മാഷാള്ള, ചിരിയാണ് അതിന്റെ മാർക്കറ്റ്. നല്ല മൊഞ്ചുള്ള ചിരിയാണ് കേട്ടോളെ. അതിന്റെ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ കൗണ്ട് ചെയ്യുന്നതിൽ ഫോക്കസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയം തന്നെ നമ്മുടെ മൈൻഡിന് വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാവകാശം നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു റിതം പോലെ അല്ലെ, ഒരു ട്യൂൺ പോലെ, എന്താ പറയാ, ഒരു ഫ്ലോ പോലെ, ഒരു ഫ്ലോക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അതായത് ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, പിന്നെയും ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, ഒരു പോയിന്റ് എടുത്ത് വീണ്ടും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇതൊരു സൈക്കിൾ പോലെ നമ്മൾ ചെയ്യുന്നോണ്ട് തന്നെ നമ്മുടെ മൈൻഡിന് നല്ല സുഖമുള്ള ഒരു വല്ലാത്തൊരു ആസ്വാദന മോഡിലോട്ട് നമ്മൾ പയ്യെ 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 എത്തിപ്പെടും അല്ലെ? മെഡിറ്റേഷന്റെ ഒരു എക്സ്ട്രീമിൽ ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് നീക്കാൻ തോന്നില്ല. ഇടയ്ക്കൊക്കെ റംല പറയും, ഐഷ സ്റ്റോപ്പ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു എന്ന് പറഞ്ഞ്, റംലിനല്ല എന്ന് പറഞ്ഞ് നിർത്തണ്ടായിരുന്നു എന്ന് തോന്നി എന്ന് പറഞ്ഞൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റിലോട്ട് നമ്മൾ ഇങ്ങനെ പയ്യെ പയ്യെ എത്തിപ്പെടും എന്നുള്ളതാണ്. പിന്നെ മെഡിറ്റേഷനിൽ നമുക്ക് വേറെ കിട്ടുന്ന ഒരു കാര്യമാണ് എന്ത്? വിഷ്വലൈസ് ചെയ്യാന്ന് പറയും അല്ലെ? നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ പല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. നമ്മളതിനെ ഹാപ്പി ആക്കിയിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മളിലോട്ട് നമ്മൾ ശ്വാസം എടുക്കുന്നതിലൂടെ ഒരു വൈറ്റ് കളറുള്ള ഒരു വെള്ള കളർ പ്രകാശം നമ്മളിലോട്ട് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ലൈറ്റ് നമ്മളിലോട്ട്, നമ്മൾ ശ്വാസം എടുത്ത് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് പോലെ, ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കറുത്ത പുകയായിട്ട് അത് പുറത്തോട്ട് പോകുന്നത് പോലെ അല്ലെ? നമ്മുടെ ശരീരം മൊത്തം ഒരു ഗ്ലോറി നമ്മളതിനെ കവർ ചെയ്തിട്ട് നമ്മളതിനെ ഇങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത് പുറത്തോട്ട് പോകുന്നുണ്ട്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പോലും അറിയാണ്ട് വേറൊരാളും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ തന്നെ എന്റെ ബ്രെയിനിനെ കഴുകി എടുത്തോണ്ട് എന്ന് പറയുന്നില്ലേ? ആ സെയിം പരിപാടി നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലൊക്കെ ഒന്ന് ട്രാക്കായി ഒന്ന് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കാൻ, അതായത് ബ്രെയിൻ വാഷ് ചെയ്യിക്കാനായിട്ട് നമ്മൾ അറിയില്ല, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റു പലരും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് വേറൊരാളെ കുറിച്ച് ഡെയിലി കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും അവരെ കുറിച്ചിട്ട് ആദ്യമൊക്കെ നമുക്ക് ഈ കുറ്റം പറയുന്ന ആളോട് ഒരു ദേഷ്യം വരും അല്ലെ? എപ്പൊ നോക്കിയാലും അയാളെ കുറിച്ച് നെഗറ്റീവാ പറയണെന്നുള്ള ഒരു ഫീൽ വരും. അത് അവിടെ തന്നെ നമ്മൾ കട്ട് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ, പിന്നെ നമുക്ക് ഈ നെഗറ്റീവ് തന്നെ കേട്ടോണ്ടിരിക്കുമ്പോഴോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സാധനം വരാൻ തുടങ്ങും, ഇനിയിപ്പോ ഇവിടെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ എന്നുള്ളൊരു സാധനം വരാൻ തുടങ്ങും. അങ്ങനെ മര്യാദക്ക് ഇരിക്കുന്ന എത്ര എത്ര ബന്ധങ്ങൾ, പല ആൾക്കാർ പറയില്ലേ, കുടുംബ നിരക്കുകൾ പറയില്ലേ, പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങൾ നമ്മളെ തെറ്റിപ്പിച്ചിട്ട് നമ്മൾക്ക് തന്നെ അറിയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിച്ചിട്ടുള്ള ആൾക്കാർ. അതെന്താണ്? ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് അല്ലെ? ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അല്ലെ? അവര് പറഞ്ഞതായിരിക്കില്ല ഇങ്ങോട്ടേക്ക് എത്തിക്കുക. ഇൻഫാക്ട് ഇവര് പോയിട്ട് നീ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ പറഞ്ഞ സാധനം അതുപോലും ആയിരിക്കില്ല അല്ലെ? നമ്മൾ പറയില്ലേ, ചക്ക എന്ന് പറഞ്ഞപ്പോ അവര് കേട്ടത് ചുക്ക് എന്നായിരുന്നു എന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടാവും. ഇതേ സാധനം നമുക്ക് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. ബ്രെയിനിനെ പറഞ്ഞ് പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു അനീതി എന്നുള്ള രീതിക്കല്ല കേട്ടോ നമ്മൾ പറഞ്ഞ് പറ്റിക്കുക. ഇപ്പൊ നമുക്ക് ഒരു കാര്യം ഇല്ലാഞ്ഞിട്ട് നമുക്ക് ഒരാളെ ഇഷ്ടമല്ല, ഒരു കാര്യം ഇല്ലാഞ്ഞിട്ട് നമുക്ക് ഒരാളെ ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരാളെ നമുക്ക് ഈ മെഡിറ്റേഷന്റെ ടൈമിൽ എന്ത് ചെയ്യാം, അഫർമേഷൻ കൊടുത്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അയാളിന് ഉള്ളിൽ ഇഷ്ടം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോ വേണ്ട, നമുക്ക് ഒരാൾ നമ്മളതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് അയാളോട് സ്വാഭാവികമായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദേഷ്യം ഉണ്ടാവില്ല, നമ്മൾ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടാവും, പുറത്തു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് മറന്നു പോകാൻ പറ്റുന്നില്ല, അവരോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. നമ്മൾ അവരെ ഉപദ്രവിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് അവരോടുള്ള ദേഷ്യം പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ബ്രെയിനിൽ തന്നെ പറഞ്ഞു പറ്റിക്കാം, എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു രീതിയിലുള്ള അഫർമേഷൻ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷന്റെ സമയത്ത് കൊടുത്തോണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ബ്രെയിന്
ഓട്ടോമാറ്റിക്കലി മാനിപ്പുലേറ്റ് ആവും. മാനിപ്പുലേറ്റ് ആവുമ്പോ എന്താ കാര്യം, സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അല്ലെ. നമ്മൾ പറയാണ് ഞാൻ അയാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഫോർ ദി സേക്ക് ഓഫ് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അയാളെ സ്നേഹിക്കുന്നത് അല്ലെ. അല്ലാണ്ട് ഇപ്പൊ നമ്മളെ ഉപദ്രവിച്ച ഒരാളെ നമ്മൾ സ്നേഹിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നമ്മുടെ മൈൻഡ് ക്ലീൻ ആക്കി വെക്കുന്നത് എന്തിനാണ്? ഫോർ ദി സേക്ക് ഓഫ് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ അഫർമേഷൻ കൊടുക്കാം. ഇനിയിപ്പോ ചിലരെ സംബന്ധിച്ചിടത്തോളം മെയിൻ 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 റമാബി തന്നെ ബാക്കി ഇതുപോലെ പേടിയുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. ചിലർക്ക് ചില സിറ്റുവേഷൻസ് ആയിരിക്കും പേടിയില്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ചിലർക്ക് പേടിയായിരിക്കും, ഇരുട്ടിനെ പേടിയായിരിക്കും. ചിലർക്ക് ചില ആളുകളെ ആയിരിക്കും പേടി, അവര് വീട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞ പേടിയായിരിക്കും, അല്ലെങ്കിൽ അവരെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞ പേടിയായിരിക്കും. ചിലർക്ക് വല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് പേടിയായിരിക്കും. ചിലർക്ക് സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പേടിയായിരിക്കും. അത് എപ്പോഴും പറഞ്ഞ പോലെ അല്ലെ, സിറ്റുവേഷൻസിനെ പേടിക്കുന്ന ആൾക്കാരുണ്ടാവും. മക്കളെ കാറ്റ് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നില്ല എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോ ഈ സിറ്റുവേഷൻസിന് പേടിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിം സിറ്റുവേഷൻ നമുക്ക് ഇതുപോലെ പോസിറ്റീവ് അഫർമേഷൻസ് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. എന്ത് പറയാം, ഇതേപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം തന്നെ മനസ്സിലോട്ട് കൊണ്ടുവരാം. അവള് പുറത്തു പോയാലും നല്ല രീതിയിൽ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. ഇൻഷാ അള്ളാ അള്ളാന്റെ കാവൽ അവൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് അവള് പുറത്തു പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം. അവൾ പുറത്തു പോകുന്നതിൽ ഞാൻ സന്തോഷവതിയാണ്. കാരണം അള്ളാഹുവിന്റെ കാവല് അവൾക്ക് ഉണ്ടെങ്കിൽ അവള് തീർച്ചയായിട്ടും അവള് തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമേ അവൾക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പുറത്തു പോകുന്നതിൽ ഭയപ്പെടുന്നില്ല എന്നുള്ളൊരു കമന്റ് നമുക്ക് നമ്മുടെ മൈൻഡിന്, ആ ഒരു അഫർമേഷൻ നമുക്ക് നമ്മുടെ മൈൻഡിന് കൊടുത്തുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഒരു കാര്യമില്ലാതെ, ഇപ്പം ഇന്ന് ഞാൻ ചെയ്തൊരു കാര്യമാണ്, ഞാൻ ഭയങ്കര മൂഡ് സ്വിംഗ് ഉള്ള ഒരാളാണ്. എനിക്ക് പീരിയഡ് ടൈമിൽ എന്റെ പീരിയഡ് കംസ് എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അൽഹംദുലില്ലാ, എനിക്ക് എന്റെ പീരിയഡ് കംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള അഫർമേഷൻസ് ആയിരിക്കും ഞാൻ കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ട്, പക്ഷെ ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ മേത്തൊരു മുറി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മേത്ത് ആ മുറിവേ ഇല്ല എന്നുള്ള ഒരു അഫർമേഷൻ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, എനിക്ക് വരുന്നതെല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് പടച്ചോൻ തരും ഇൻഷാ അള്ളാ. ഓക്കെ, അത് നമ്മൾ ഇൻഡയറക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിലോട്ട് തവക്കൽ ചെയ്യുന്ന ഒരു പരിപാടി അല്ലെ. ഇൻഷാ അള്ളാ അള്ളാഹിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ എനിക്കിത് ഓവർകം ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. നമ്മളൊരു കമന്റ് പറയാ, ആൻഡ് അതിൽ ഇൻഷാ അള്ളാ ആഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ ലോകത്തിന്റെ മുന്നില് ഈ ലോകത്തിൽ എനിക്ക് സംഭവിക്കുന്ന എല്ലാം അള്ളാഹുവിന്റെ കള ആയതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു ഹയർ എനിക്ക് അള്ളാഹ് കരുതി വെച്ചിട്ടുണ്ടാവും. സോ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും എല്ലാം പോസിറ്റീവ് ആയിട്ടായിരിക്കണം ഇൻഷാ അള്ളാഹ്. ആ ഒരു രീതിയിൽ നമ്മൾ ഡെയിലി 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 നമ്മുടെ മൈൻഡിന് ഇങ്ങനെ പോസിറ്റീവ് കമന്റ്സ്, പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ എന്താവും, മാനിപ്പുലേറ്റഡ് ആവും. കാരണം നമ്മുടെ ബ്രെയിൻ ഇതുവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിലോട്ടായിരിക്കും. എന്താ പറയാ, അവരേനെ എനിക്ക് പേടിയാണ്, എന്റെ കുട്ടി പോയാൽ എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മേനെയും നാത്തൂമാരേനെ എനിക്ക് പേടിയാണ്, ഇന്ന ആളെ എനിക്ക് ഇഷ്ടമല്ല, എന്റെ ഫ്രണ്ട് ആ സുഹൃത്തിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ അടുത്തുള്ള ഈ ഒരു സ്വഭാവം എനിക്ക് പിടിക്കേയില്ല, എന്റെ മക്കളുടെ ഈ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടേയില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ കുറേ നോ നോ നോ, അല്ല 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 എന്നുള്ളൊരു കുറേ നെഗറ്റീവിനെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഈ നെഗറ്റീവിനൊക്കെ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. എന്താ പറയാ, ലൈൻ ഷക്കർത്തും വാസിദന്നക്കും എന്നൊരു ആയത്തുണ്ട്. എന്താണ്, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, നന്ദി കാണിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യുന്നതാണ് അല്ല പറഞ്ഞത്. അതായത് വർദ്ധിപ്പിച്ചു തരാന്നല്ല പറഞ്ഞത്, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ എന്താ പറയാ, നന്ദിയുള്ള ആൾക്കാരാണോ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിനെ അധികരിപ്പിച്ചു തരും. അത് അള്ളാഹ് വാഗ്ദാനം തന്നൊരു കാര്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നന്ദിയുള്ള ആൾക്കാരായിരിക്കണം അല്ലെ. നമ്മൾ നമ്മുടെ ഭർത്താവ് നമ്മളോടുള്ള ഭയങ്കര ദേഷ്യം കാണിച്ച ശേഷം അള്ളാഹുവേ എന്റെ കെട്ടിയുടെ സ്വഭാവം നന്നാക്കി തരണേ, അള്ളാഹുവേ ആളിനെ ദീനിയാക്കണേ, അല്ലെങ്കിൽ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം തരണേ. ഈ ഒരു സാധനം ആളും നമ്മളും തമ്മിൽ അടിയുണ്ടായി പിരിയുന്നതിന്റെ മുന്നേ നമ്മൾ ദുആ ചെയ്ത് തുടങ്ങണം. അൽഹംദുലില്ലാ, എന്റെ ഭർത്താവിന് എന്റെ ഇടയിൽ ഇത്രയും സ്നേഹം തന്ന റബ്ബിന് ഹംദ്. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറഞ്ഞു കൊടുക്കണം. നമ്മൾ രോഗിയായിട്ട് നമ്മൾ ഷിഫക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യത്തിന് നമ്മൾ ആദ്യം ദുആ ചെയ്ത് നന്ദി പറഞ്ഞ് തുടങ്ങണം അല്ലെ. പഠിച്ച നമുക്ക് നമ്മൾ പറയും എനിക്ക് 5 ലക്ഷം കടണ്ട്, 10 ലക്ഷം കടണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കടം വീട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പടച്ചോൻ തന്നിട്ടുള്ള നന്മകൾക്ക് നമ്മൾ ആദ്യം ശുക്ർ പറയണം അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം മുതൽക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുതൽക്ക്, നമുക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആദ്യം നന്ദി പറഞ്ഞ് തുടങ്ങണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കി നമുക്ക് ഇല്ലാത്തതിന് വേണ്ടി ദുആ ചോദിക്കാനായിട്ട്.
ആൻഡ് നമ്മൾ വേറൊരു കാര്യം ചെയ്യാനുള്ളതാണ് ഇസ്തിഗ്ഫാർ. നമ്മൾ ഓൾവേസ് 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 നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഫൊഗീവ്നെസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര സോഫ്റ്റ് ആവും എന്നാണ് പറയുന്നത്. ജെന്റിൽ ആവും നമ്മുടെ മൈൻഡ്. കാരണം നമുക്കറിയാം നമ്മുടെ ഡ്രോബാക്സ് എവിടേക്കാണ് നമുക്കുള്ള നെഗറ്റീവ്സ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് മൈൻഡ്ഫുൾനെസ് ആണ്, രണ്ട് ബ്രീത്തിങ് ആണ്, മൂന്നാമത്തെ കാര്യം നമ്മുടെ അഫർമേഷൻസ് ആണ്, നാലാമത്തേത് നമ്മുടെ സെൽഫ് ലവ് ആണ്, അഞ്ചാമത്തേത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, ആറാമത്തേത് നമ്മുടെ ഫോർഗിവ്നെസ് ആണ്. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്ര കാലമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആൻഡ് ഇൻഫാക്ട് നമുക്ക് ഈ 6 മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. ഈ 6-7 മെഡിറ്റേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിന് അത് മതി. നമുക്ക് ബാക്കി കൂടുതൽ ഇങ്ങനെ ഒരുപാട് സൈക്കോളജിയുടെ പുറകെ പോകണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയും. അപ്പൊ അത് ഫൗണ്ട് ചെയ്ത് നമ്മുടെ ലൈഫിനെ ട്രാക്കിലാക്കി കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്ന അതിന്റെ ഓതർ, അത് കണ്ടുപിടിച്ച ഫൗണ്ടർ തന്നെ പുള്ളി ആത്മഹത്യ ചെയ്ത് പോയതാണ്. സോ നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ സൈക്കോളജിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇല്ലാന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം എവിടെ നിന്ന് കിട്ടും? അള്ളാഹുവിൽ നിന്ന് കിട്ടും. അള്ളാഹുലോട്ട് അടുക്കാൻ വേണ്ടി നമ്മുടെ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മൈൻഡിനെ നമ്മൾ തന്നെ ഭൗതികമായ കുറേ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പൊല്യൂട്ടഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഇതിനൊന്ന് വൈപ്പ് ഔട്ട് ചെയ്യുക. കൂടുതൽ 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 അള്ളാഹുലോട്ടുള്ള കണക്ഷൻ. കാരണം ഇത് എല്ലാ തിയറിയും അവസാനം ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? അള്ളാഹുവിലാണ്. അപ്പൊ അള്ളാഹുലോട്ടുള്ള കണക്ഷൻ നമ്മൾ കറക്റ്റ് ആക്കി എടുത്ത് ബാക്കി എല്ലാം സ്ലോലി 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 നമ്മൾ നമ്മുടെ ഈ തക്കുവ, നമ്മുടെ ഈമാൻ, ഇതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപജീവനം, നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം ഈസി ആക്കി തരും. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു പരീക്ഷണവും വരില്ല. അവർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണോ? ഒരിക്കലല്ല. നമുക്ക് ഈ പറയുന്ന പരീക്ഷണങ്ങൾ, ഇനിയിപ്പോ നിങ്ങൾ എന്ത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തോ, എന്തൊക്കെ വേറെ സൈക്കോളജിയുടെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. നിങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആയിക്കോട്ടെ. ഇനിയിപ്പോ നിങ്ങളൊരു പ്രശ്നം വന്നിട്ട് നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നുണ്ടെങ്കിൽ അവർക്കും മേ ബി പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താണ്, വി ആർ ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്, അല്ലെങ്കിൽ വി ആർ ഏബിൾ ടു ബിയർ ഇറ്റ്. നമുക്ക് അതിനെ സഹിക്കാൻ പറ്റും, അതിനെ കണ്ടുപിടിക്കാൻ പറ്റും, അതിനെ ഹീൽ ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എന്താ പറയാ, അതിനോട് നമുക്ക് പൊരുതാൻ പറ്റും. നമുക്ക് അതിനൊരു ശക്തി, കഴിവ് കിട്ടും. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെഡിറ്റേഷന്റെ കാര്യം ആയിക്കോട്ടെ, ജേർണലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെറാപ്പികൾ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ പറയാ, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവന്ന് നിർത്താമെന്ന് പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. സോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് അതിന്റെ ബേസിക് വേർഷനിൽ നിന്ന് അഡ്വാൻസ്ഡ് വേർഷനിലോട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിൽ, ഒരു പൊടിക്കൊന്ന് കയറ്റി വെച്ച് കുറച്ചും കൂടെ ബ്രീഫായിട്ട് ക്ലാസ് എടുത്ത് തന്നേ ഉള്ളൂ. ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതോ നിങ്ങൾക്ക് ബോറടിച്ചാ? ആരോട് ചോദിക്കുക? പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളാരാ? ഹനി, റംഷി, റംല, ഈ നിങ്ങൾ 4 പേരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. നാദിയത പറയുന്നോ? എനിക്ക് മനസ്സിലായി. ഓക്കെയാണ്. ഉപകാരപ്പെട്ടോ? ഉപകാരം. ഓക്കെ, അൽഹംദുലില്ലാ. ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിച്ചോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇല്ല, ഇഷ്ടമായിരുന്നു കേൾക്കാൻ. അപ്പൊ ഈ നമുക്കറിയാലോ, ഇഷ്ടമാണ് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് അലർജി ഉണ്ട്. അലർജി, തുമ്മല്, മൂക്ക് ചൊറിച്ചില്, കണ്ണിന് ഭയങ്കരമായിട്ട് അലർജി. കണ്ണിപ്പോ ഓണത്തിന് അവധിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോവാ, ഇനി തിമിരത്തിന്റെ. അപ്പം അതിന് അലർജിയുടെ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ താമസിച്ച് എഴുന്നേക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ 2-3 ദിവസമായിട്ട് മെഡിറ്റേഷന് വരാൻ പറ്റുന്നില്ല. സാരമില്ല, നമുക്ക് റെക്കോർഡ് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾ എപ്പോഴാണ് എണീക്കണം അപ്പൊ ചെയ്താൽ ഒരു കുഴപ്പം. പിന്നെ വേറെ അങ്ങനെ ചെയ്താൽ മതി. ഹനി പറയടാ. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലാസ്. പിന്നെ നമുക്ക് ഒന്നുകൂടെ ഡീപ്പായിട്ട് മെഡിറ്റേഷൻ്റെ പോസിറ്റീവ്സും മെറിറ്റ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. വേറെ നിങ്ങൾക്ക് ബോറടിച്ചൊന്നും ഇല്ലല്ലോ? ഓൾറെഡി പഠിച്ച ക്ലാസ് തന്നെ വീണ്ടും എടുത്തുകൊണ്ട് പ്രോബ്ലം അങ്ങനത്തെ കാര്യമൊന്നും തോന്നിയില്ലല്ലോ?
ഇത് മീൻസ് ക്ലാസ് എടുക്കാതെ തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ എല്ലാം ചെയ്യിപ്പിച്ച് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അടുത്ത ടോപ്പിക് മീൻസ് അറിയുന്ന ടോപ്പിക് തന്നെ ഒന്നുകൂടെ പറഞ്ഞത്. ആൻഡ് റംഷി റംഷി അവിടെ ഉണ്ടോ അതോ കുട്ടി എടുത്തിട്ട് പോയോ? ഓക്കെ, റംല ഉറങ്ങിപ്പോയോ പൊന്നു? അവിടെ ഉണ്ടോ? ഇവരൊക്കെ എവിടെ പോയി? കേക്കായികയാണോ? ജസീറ കേക്കുന്നുണ്ടോ നിങ്ങക്ക് ഞാൻ പറയുന്നേ? ഓഡിബിൾ അല്ലേ മക്കളെ? നാദിത കേൾക്കുന്നുണ്ട്. കേക്കുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട് കേക്കുന്നുണ്ടല്ലോ പിന്നെ. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. അത് ശരി, അത് പറയാൻ മാത്രം എല്ലാരും മ്യൂട്ട് വച്ചല്ലോ. റംല ഹലോ, ഉറങ്ങാണോ? റംല ഉറങ്ങി വന്നിട്ട് കേട്ടോ, പനിയും പിടിച്ച് ക്ലാസ് ഓണാക്കി സുഖമായി ഉറങ്ങി വന്നിട്ടുണ്ട്. ചില സമയത്ത് എന്റെ വീഡിയോ വെച്ചിട്ട് ഞാൻ തന്നെ ഉറങ്ങി പോവാറുണ്ട്. ഉമ്മ അപ്പുറത്ത് എന്റെ വീഡിയോ പ്ലേ ആക്കും. അപ്പൊ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ നല്ല സുഖം, ഒരു താരാട്ട് പാടുന്ന സുഖം. അപ്പൊ ഞാൻ ഉറങ്ങി പോവാറുണ്ട് ചില സമയത്ത്. അതേപോലെ ഓള് ഉറങ്ങി തോന്നുന്നുണ്ട് ക്ലാസ് കേട്ടിട്ട്. റംഷി അവിടെ ഉണ്ടോ? ഓക്കെ, പിന്നെ ഉള്ളവരൊക്കെ ആദ്യമായിട്ട് ഈ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരല്ലേ? ഹനി പറയടാ. ഐഷ, ഞാൻ ലീവ് ചെയ്യാണ്, എനിക്കൊരു ഫംഗ്ഷൻ പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓക്കെ. ആ, പുതിയതായിട്ട് വന്ന ആൾക്കാരല്ലേ പിന്നെ ഉള്ളവര്? മീൻസ് ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലെ? ഫാത്തിമ പറഞ്ഞ മോളെ. ഉപകാരപ്പെട്ടു. നല്ല ക്ലാസ് ആയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇപ്പോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ. ഷൈന, നമ്മള് ഡെയിലി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തൊക്കെയോ പറഞ്ഞു തരുന്നു, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നല്ലേ ഉള്ളൂ. ഞാനും ഒരു മണിയായിനി ക്ലാസ് കേറാൻ. ഓ, നമ്മള് പറഞ്ഞിണ്ടായല്ലോ മുന്നോ 12:30 ക്ലാസ് ഉണ്ടോന്ന്. ശരി പോട്ടെ, റെക്കോർഡ് ബാക്കിയുള്ളത് കേട്ടോട്ടെ. മുന്നേ ഉള്ളത് റെക്കോർഡ് സെഷൻ വരുമ്പോ. ഓക്കെ ഓക്കെ. നഫീസ പറയോ? നഫീസ. എനിക്ക് ഫുള്ള് ശ്രദ്ധിക്കാൻ പറ്റില്ല, ട്രാവൽ ആയതുകൊണ്ട്. ഉം. കേട്ടതിൽ എന്തേലും അൽഹംദുലില്ലാ. മനസ്സിലായോ? അൽഹംദുലില്ലാ മനസ്സിലായി. ഓക്കെ ഫൈൻ. റംല, ഞാൻ നിന്നെ റിമൂവ് ആക്കുന്നുണ്ടേ മോളെ. ഇനിയിപ്പം അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ നിൽക്കും. തീരെ വയ്യാന്ന് തോന്നുന്നു പാവം. ഓക്കെ. പിന്നെ ആരായിരുന്നു? റംഷി, നീ അവിടെ ഉണ്ടോ അതോ നിന്നെ കുട്ടി എടുത്തോണ്ട് പോയോ? റംഷിനെ കുട്ടി എടുത്തോണ്ട് പോയി തോന്നുന്നുണ്ട്. ഫെബി പറഞ്ഞോ. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എന്താണ് കൈന്റെ മുദ്ര കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ, അത് ഒന്നുകൂടെ കാണിച്ചു തരുമോ? ഇങ്ങനെ ഇങ്ങനെ അത് കാൽമുട്ടിന്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാനായിരിക്കില്ലേ? മടിയിൽ, ഒന്നുകിൽ കാൽമുട്ടിന്റെ മേലെ വെക്കാം അല്ലെങ്കിൽ മടിയിൽ വെക്കാം, നോ പ്രോബ്ലം കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ. ഞാൻ രണ്ട് കൈന്റെ ഉള്ളിലേക്ക് വിരല് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാ? അത് ഇങ്ങനെയാണോ അല്ലല്ല പിടിച്ചിരുന്നേ? അല്ലല്ല, ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കേട്ടോ. വെച്ചിട്ടില്ലേ അത്. ആ, ആ, ഇങ്ങനെ. ഇതിങ്ങനെ പിടിച്ചാൽ മതി, നോ പ്രോബ്ലം. ആ, എപ്പോഴും ഒരു മുദ്ര പിടിച്ചെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു പ്രഷർ പോയിന്റിൽ ഒരു കംഫർട്ടിന് വേണ്ടി പിടിക്കണം, അത്രേ ഉള്ളൂ. ആൻഡ് ഓ മൈ ഗോഡ്. പിന്നെ ഇതേ ഇങ്ങനെ കേട്ടോ, അല്ല ഇങ്ങനെ കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പിടിക്കാം, പക്ഷെ ഇത് അത്രയും നമുക്ക് സപ്പോർട്ട് കിട്ടില്ല, രണ്ട് ഫിംഗർ ഉള്ളതുകൊണ്ടേ. ഇങ്ങനെ മതി, ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ മതി. പേര്. ഓക്കെ. ഓക്കെ, ഇൻഷാല്ല. നമുക്ക് അപ്പോ ലീവ് ചെയ്യാം. ഇനി വേറെ അടുത്ത ഫീഡ്ബാക്ക് ഒന്നും എടുക്കാനില്ലെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.